മേരികുളം അയ്യപ്പൻകോവിൽ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായിട്ടും അധികൃതർക്ക് മൗനം. 2008-ൽ PMGSY പദ്ധതിയിൽ നിർമ്മിച്ചതാണ് റോഡ്. പിന്നീട് ഒരുവിധ അറ്റകുറ്റപ്പണിയും നടത്താതിരുന്നതിനാൽ കാൽനട യാത്ര പോലും ഇപ്പോൾ ദുഷ്കരമായിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് മേരികുളം തീപ്പെട്ടി ഫാക്ടറി അയ്യപ്പൻകോവിൽ റോഡ്. നൂറുകണക്കിന് കുടുംബങ്ങൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത്. 8 സ്കൂൾ ബസ്സുകളും ഇതുവഴി ഓടുന്നുണ്ട്. റോഡ് കാൽനട യാത്രയ്ക്ക് പോലും യോഗ്യമല്ല. 2008-ൽ PMGSY പദ്ധതിയിൽ നിർമ്മിച്ച റോഡിനെ പിന്നീട് അധികൃതർ അവഗണിച്ചു. ഇതോടെ റോഡിന് ശനിദശയുമായി. കുണ്ടും കുഴിയുമായി റോഡ് മാറിയതോടെ റോഡിലൂടെയുള്ള യാത്രയും ദുസ്സഹമാണ്. മഴ ആരംഭിച്ചതോടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനം കടന്നു പോകുമ്പോൾ യാത്രക്കാരുടെ ദേഹത്ത് വീഴുന്നതിനാൽ കാൽനട യാത്രയും ദുരിതപൂർണമാണ്. PMGSY പദ്ധതി നിർമ്മിച്ച റോഡിന്റെ ഉത്തരവാദികൾ ജില്ലാ പഞ്ചായത്താണ്. മാറി മാറി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഈ റോഡിനെ അവഗണിച്ചു. ഇതോടെ റോഡ് ഈ അവസ്ഥയിലുമായി. രണ്ടാം വാർഡും ഒക്കെ പ്രതിനിധീകരിച്ച് പോകുന്ന ഒരു റോഡാണ്. നിരവധി ആളുകൾ ദിവസവും സഞ്ചാരയോഗ്യമാക്കുന്ന റോഡും നിരവധി വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡാണ്. 2008-ൽ പണിത റോഡ് ഇതുവരെ ഈ 15 വർഷമായിട്ട് ഇന്ന് വരെ ഒരു മെയിൻ്റനൻസ് പോലും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഫലപ്രദമായ ഒരു റോഡ് കൂടിയാണ്. ഒരു നിരവധി ആളുകൾ തോണത്തടി മേഖല, അയ്യപ്പൻകോവിൽ മേഖല, ശാസ്താകണ്ഡം മേഖല, ഈ മേഖലകളിലെല്ലാം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് ഒരുപാട് തകർന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതിനുള്ള ഒരു നടപടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ യഥാസമയം ഫണ്ട് നൽകാത്തതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി. MLA തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിനാൽ റോഡിന്റെ അവസ്ഥ കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വിശ്വാസികൾക്ക് ആരാധനാലയങ്ങളിൽ പോകാനും മറ്റു മാർഗങ്ങളില്ല. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഫണ്ടിനായി ജില്ലാ പഞ്ചായത്തിനെയും MLAയെ സമീപിച്ചിട്ടും നടപടി ഉണ്ടാക്കാമെന്ന മറുപടി മാത്രമാണ് ലഭിക്കുന്നതെന്നാണ് ആരോപണം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.